ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ഹൗ ഡു വി ഹാൻഡിൽ നെഗറ്റിവിറ്റി? നെഗറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ പോസിറ്റിവിറ്റി മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ എന്ന് തീരുമാനം എടുത്തിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ പതിവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ നെഗറ്റിവിറ്റീസിൻ്റെ ഒരു കൂമ്പാരമായിരിക്കും. പലപ്പോഴും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരാറുണ്ട്, ഇടപെടേണ്ടി വരാറുണ്ട്, നടക്കേണ്ടി വരാറുണ്ട്, വിച്ച് ഇസ് വിയേർഡ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ നെഗറ്റിവിറ്റീനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്, സ്വയം ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇഫ് യു ഫേസ് എ നെഗറ്റിവിറ്റി, ഡു യു ടേക്ക് ഇറ്റ് ആസ് എ കംപ്ലെയിൻറ്റ് ഓർ ഡു യു തിങ്ക് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ബ്ലെസ്സിങ് ഫ്രം ഗോഡ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്? അതിനെ നമുക്ക് രണ്ട് രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഒന്ന്, കർത്താവ് അത് നമുക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റി ആണോ, അതോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് കീപ്പ് ഓൺ കംപ്ലൈനിങ് ചെയ്യുന്നതാണോ? വേദപുസ്തകത്തിലുടനീളം പല നെഗറ്റിവിറ്റിയിൽ കൂടെ കടന്നുപോയ ആൾക്കാരുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസഫ്. ജോസഫ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദ ബൈബിൾ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ ഉദാഹരണങ്ങളിലും ജോസഫ് കടന്നു വരാറ്. ജോസഫിൻ്റെ സഹോദരന്മാർ അന്ന് ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മൊത്തം നെഗറ്റീവായിരുന്നു. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പൊട്ടക്കിണറ്റിൽ നിന്ന് കയറി വരാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സഹോദരങ്ങൾ പുള്ളീനെ വലിച്ചു മുകളിലേക്ക് കയറ്റി. ബാക്ക് ടു പോസിറ്റിവിറ്റി. പ്രതീക്ഷകളുടെ ലോകത്തേക്ക് ജോസഫ് മടങ്ങി വന്നു. പക്ഷെ അതിന് ഒത്തിരി ആയുസ് ഉണ്ടായിരുന്നില്ല. ആ ഷോർട്ട് പീരീഡിൽ തന്നെ സഹോദരങ്ങൾ ജോസഫിനെ മിസ്രൈമ്യർക്ക് വിറ്റ് കളഞ്ഞു. അടുത്ത നെഗറ്റിവിറ്റി. പൊട്ടക്കിണർ കഴിഞ്ഞ്, അടിമച്ചങ്ങല കഴിഞ്ഞ്, പോത്തിഫറിൻ്റെ വീട്ടിലെ അപമാനം കഴിഞ്ഞ്, ജയിലിൽ കിടന്ന് നെഗറ്റിവിറ്റീസ് മാത്രമായിട്ട് കുറേ വർഷങ്ങൾ ജോസഫ് കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അവിടെ എങ്ങും ജോസഫ് തളർന്നതായിട്ട് തിരുവചനം പറയുന്നില്ല. അബ്രഹാം പിതാവിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 75-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞുണ്ടാവുമെന്ന വാഗ്ദത്തം കിട്ടിയിട്ട് വീണ്ടും 25 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ചിലപ്പോൾ വാഗ്ദത്തം കേട്ടവർ അബ്രഹാം പിതാവിനോട് ചോദിച്ചു കാണും, ദൈവം പ്രോമിസ് ചെയ്തിട്ട് എന്തേ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, എന്തിന്? സാരാമ്മച്ചി പോലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, ശരിക്കും കർത്താവ് പറഞ്ഞതാണോ, ഇത് നടക്കുന്ന കാര്യമാണോ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ നമ്മളെ തളർത്തിക്കളയാൻ, നെഗറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാൻ ചില ആൾക്കാരുണ്ടാവും, ചില സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അബ്രഹാം പിതാവ് പതറിയില്ല. 100-ാമത്തെ വയസ്സിൽ അബ്രഹാം പിതാവിന് വാഗ്ദത്ത സന്തതി ഉണ്ടായി. ആ കുഞ്ഞിനെ സ്നേഹിച്ച് കൊതിതീരും മുന്നേ സർവശക്തനായ ദൈവം പറഞ്ഞു, അവനെ എനിക്ക് യാഗം കഴിക്കാൻ. വീണ്ടും നെഗറ്റിവിറ്റി. അവിടെയും അബ്രഹാം പിതാവ് അതിനെ അനുസരിച്ചതായിട്ടാണ് തിരുവചനം പറയുന്നത്. നെഗറ്റീവിനെ പോസിറ്റിവിറ്റി കൊണ്ട് തീർത്ത കുറേ പേരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ആ നെഗറ്റിവിറ്റീസിനെ അബ്രഹാം പിതാവ് ആയാലും ജോസഫ് ആയാലും ടേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ഗോഡ് ഹൗ ഫെയ്ത്ത്ഫുൾ ദേ ആർ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ പൊട്ടക്കിണറ്റിൽ തന്നെ പരാതിയുടെ പുസ്തകം തുറന്നു വച്ചേനെ. അതായിരുന്നു വ്യത്യാസം. വേദനകളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ സന്തോഷവും നന്മയും ദൈവഹിതവും കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. കഷ്ടതയുടെ മധ്യത്തിൽ ഓർക്കേണ്ടതൊന്നുണ്ട്, ഒന്നും പെർമനൻ്റ് അല്ല. ഈ കഷ്ടവും കടന്നു പോകും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും നിൽക്കാതിരുന്നിട്ടില്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ സകലത്തെയും നമുക്ക് മറികടപ്പാൻ കഴിയും. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കാതെ നമുക്ക് കർത്താവിലേക്ക് നോക്കാം. അതിന് കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.